ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സൺഡേ ആണ് കേട്ടോ പോയത്. അടുത്തൊരു സ്വിമ്മിങ് പൂളുണ്ട് പറഞ്ഞിട്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാത്രമേ പോകാത്തുള്ളൂ. അപ്പോൾ ശരി, അതൊന്ന് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. കഴിഞ്ഞ സൺഡേ ആണ്, എനിക്കിപ്പം വല്ല വീഡിയോ ഇടാനേ പറ്റിയുള്ളൂ. അപ്പോൾ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് കുറച്ച് വന്നൊരു 2 കിലോമീറ്റർ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞത് ഈ ഒരു വഴി പോകുന്നുണ്ട്. അടുത്ത് ഞങ്ങളുടെ ടി എസ്റ്റേറ്റാണ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ഇങ്ങനെ വഴി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ വരിക കേട്ടോ. അവിടെ ഫുള്ളും ടി എസ്റ്റേറ്റ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ വല്ല ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. എവിടെ നോക്കിയാലും ടി എസ്റ്റേറ്റുകളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡൗട്ടാണ്, വെസ്റ്റ് ബംഗാളിൽ കൂടുതലും ഇങ്ങനെ ചായപ്പൊടി കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആസാമിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ചായപ്പൊടി ഉൽപ്പാദനം ആസാമിലാണ് കൂടുതൽ എന്നാണ് കേട്ടിരിക്കണത്. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പോയാൽ അടുത്തൊന്നും കടയില്ല പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ട് ഞങ്ങളൊരു കടയുണ്ട്, അങ്ങനെ കടയിൽ കയറിയിട്ട് അത്യാവശ്യം വലിയ കടയാണ്. അവിടെ ഒരു വില്ലേജിൽ ഉള്ള കടയാണ് തോന്നുന്നു. അതിൽ പോയി പിന്നെ കുട്ടികൾക്ക് സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു റിസോർട്ടാണ് കേട്ടോ. അത് പുതിയതായിട്ട് വന്നാണ് തോന്നുന്നു, അറിയില്ല, ആർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാവർക്കും അറിഞ്ഞു വന്നത്. അവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ജിമ്മുണ്ട്, പിന്നെന്താണ് ബാഡ്മിൻ്റൺ കളിക്കുന്ന അതൊക്കെ ഉണ്ട്. ഒരു പൂളുണ്ട്. നല്ല വൈബായിരിക്കും. ഫ്രണ്ട്സോടൊത്തൊക്കെ പോകുമ്പോൾ സൂപ്പറായിരിക്കും. ചെറിയൊരു പാർക്ക്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അന്ന്. നല്ല ഉഗ്രം വെയിലായിരുന്നു. നമ്മൾ വെള്ളത്തിൽ കളിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ മുഖത്തും എല്ലാം അവിടെ നല്ല പോലെ വെയിലടിച്ച് അങ്ങനെ ടാൻ ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ കളിച്ചു. പക്ഷേ കുട്ടികൾക്ക് പൂളെന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് ഇവിടെയും കുറച്ച് അപ്പുറത്തൊരു ചെറിയൊരു പൂളുണ്ട്, അവിടെയും മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ഈ ടൈൽസിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ വലിയവർക്ക് തന്നെ കഴുത്ത് അത്ര വെള്ളമുണ്ട്. നല്ല ആഴമുള്ള പൂളാണ്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയോ ഒരു ട്യൂബൊക്കെ അറേഞ്ച് ചെയ്ത് കിട്ടി. അങ്ങനെ കുട്ടികളെ ട്യൂബിൽ വെച്ചിട്ട് ഇപ്പുറത്താക്കി നമ്മൾ. അങ്ങനെ കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെയിലായതുകൊണ്ട് നമുക്ക് അത്ര അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടിയിരുന്നില്ല. പിന്നെ ട്യൂബ് ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ച കുട്ടികൾ പിന്നെ കണ്ടാവും വലിയവരുടെ കഴുത്തിൻ്റെ അത്രയുണ്ട് വെള്ളം. നമുക്ക് ട്യൂബിലൊക്കെ ജസാനിയും ഇഹാനിയൊക്കെ ഒരു ട്യൂബ് എങ്ങനെയൊക്കെയോ കൈക്കിലാക്കി ഞങ്ങൾ ചാടി നീന്തൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് മൊബൈൽ നോക്കണം. വെള്ളത്തിലും വീഴാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് പോകുക ഇടയ്ക്ക് വരിക ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ റൈൻ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കളിച്ച് അങ്ങനെ ലാസ്റ്റ് ഒരു 4 മണി 5 മണിയോടെ നമ്മൾ അവിടെ ചേഞ്ചിങ് റൂമിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു ക്വാർട്ടേഴ്സിലേക്ക്. പോണ വഴിയിൽ റിസോർട്ടിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു നദി പോകണം. നല്ല വൈബായിരുന്നു. നല്ല നാച്ചുറൽ ആയിട്ടുള്ള